മധ്യപൂർവേഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അതീവ സംഘർഷഭരിതമായ അവസ്ഥയിലാണ്. പ്രത്യേകിച്ച് ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക എന്നിവർ തമ്മിലുള്ള സൈനിക സംഘർഷങ്ങൾ പ്രദേശത്തെ സമാധാനത്തിന് വലിയ വെല്ലുവിളിയാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് സമാധാനത്തിന് തയ്യാറാണെങ്കിലും ചില നിർണായക ഉപാധികൾ അംഗീകരിക്കണമെന്ന നിലപാട് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രഖ്യാപിച്ച 3 പ്രധാന ഉപാധികൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടുകയും ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ സംഘർഷത്തിന് പിന്നിലെ സാഹചര്യം മനസ്സിലാക്കാൻ മധ്യപൂർവേഷ്യയിലെ ദീർഘകാല രാഷ്ട്രീയ സുരക്ഷാ പ്രശ്നങ്ങളെ വിശദീകരിക്കേണ്ടതുണ്ട്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വൈരാഗ്യം പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നതാണ്. ഇറാന്റെ ആണവ പദ്ധതി, മിഡിൽ ഈസ്റ്റിൽ ഇറാൻ പിന്തുണയ്ക്കുന്ന സായുധ സംഘടനകൾ, സിറിയയിലും ലെബനോണിലും ഇറാന്റെ സാന്നിധ്യം തുടങ്ങിയവ ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിച്ചു. അതേസമയം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന്റെ സൈനിക സംവിധാനങ്ങൾക്കും ആണവ സൗകര്യങ്ങൾക്കും നേരെ നടത്തിയ ആക്രമണങ്ങളാണ് ഇപ്പോഴത്തെ സംഘർഷത്തെ കൂടുതൽ രൂക്ഷമാക്കിയത്. ഇതിന് മറുപടിയായി ഇറാൻ മിസൈൽ ആക്രമണങ്ങൾ നടത്തുകയും ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിടുകയും ചെയ്തു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് സമാധാനത്തിന് തയ്യാറാണെങ്കിലും ചില നിർണായക ഉപാധികൾ അംഗീകരിക്കണമെന്ന നിലപാട് ഇറാൻ മുന്നോട്ട് വെച്ചത്. ആദ്യമായി യുദ്ധത്തിൽ ഇറാനിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നതാണ് പ്രധാന ആവശ്യം. രണ്ടാമതായി ഇനി ഇറാനെതിരെ ആക്രമണം ഉണ്ടാകില്ല എന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഉറപ്പു നൽകണമെന്നതാണ്. മൂന്നാമതായി ഇറാന്റെ പരമാധികാരത്തിലും ആഭ്യന്തര കാര്യങ്ങളിലും ഇടപെടലുകൾ ഉണ്ടാകരുതെന്ന നിബന്ധനയും അവർ ഉന്നയിക്കുന്നു. ഈ 3 ഉപാധികൾ അംഗീകരിച്ചാൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ തയ്യാറാവൂ എന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി. ഇത് ഇറാൻ തുറന്നു പറയുന്ന ആദ്യ ഔദ്യോഗിക സമാധാന ഉപാധികളാണെന്നതും ശ്രദ്ധേയമാണ്. ഇതുവരെ ഇറാൻ സാധാരണയായി പ്രതികാര നടപടികൾക്ക് മുൻഗണന നൽകുന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ സമാധാന ചർച്ചകൾക്ക് വാതിൽ തുറക്കുന്നതായി ഈ പ്രഖ്യാപനം വിലയിരുത്തപ്പെടുന്നു. ഇതോടൊപ്പം തന്നെ പാകിസ്ഥാനും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഇറാൻ നേതൃനില ചർച്ചകൾ നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. മേഖലയിൽ സമാധാനം നിലനിൽക്കണമെന്ന് ഇറാൻ ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ രാജ്യത്തിന്റെ സുരക്ഷയും സ്വാഭിമാനവും സംരക്ഷിക്കേണ്ടത് നിർണായകമാണെന്നും ഇറാൻ നേതൃത്വം വ്യക്തമാക്കുന്നു. ഇതിനിടെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ഗൾഫ് രാജ്യങ്ങൾക്കെതിരായ ഇറാന്റെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം പാസാക്കി. ബഹ്റിൻ, ഒമാൻ, കുവൈറ്റ്, ഖത്തർ, ജോർദാൻ, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായ ഇറാന്റെ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഈ പ്രമേയത്തിൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങളെ കുറിച്ച് പരാമർശമില്ല എന്നതാണ് ഇറാന്റെ പ്രധാന വിമർശനം. അതിനാൽ തന്നെ ഈ പ്രമേയം പക്ഷാപാതപരമാണെന്ന് ഇറാൻ ആരോപിക്കുന്നു. നിലവിലെ യുദ്ധസ്ഥിതി വിലയിരുത്തുമ്പോൾ ഇത് പരിമിതമായെങ്കിലും അപകടകരമായ സൈനിക ഏറ്റുമുട്ടലുകളായി തുടരുകയാണ്. നേരിട്ടുള്ള വലിയ യുദ്ധത്തിലേക്ക് ഇത് മാറിയിട്ടില്ല എങ്കിലും മിസൈൽ ആക്രമണങ്ങൾ, ഡ്രോൺ ആക്രമണങ്ങൾ, സൈബർ യുദ്ധം തുടങ്ങിയ രീതികളാണ് സംഘർഷം തുടരുന്നത്. ഗൾഫ് മേഖലയിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിച്ചതും ഇസ്രയേൽ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കിയതും സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നു. ഭാവിയിലെ യുദ്ധത്തിന്റെ പോക്ക് പല ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കും. ഒന്നാമതായി അമേരിക്കയും ഇസ്രയേലും ഇറാൻ മുന്നോട്ട് വെച്ച ഉപാധികൾ എത്രത്തോളം പരിഗണിക്കുമെന്നതാണ് പ്രധാന കാര്യം. രണ്ടാമതായി റഷ്യ, ചൈന, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ ശക്തികളുടെ നയതന്ത്ര ഇടപെടലുകൾ നിർണായകമാകും. ഇനി മൂന്നാമതായി ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷാ ആശങ്കകളും ഈ സംഘർഷത്തിന്റെ ഗതിയെ സ്വാധീനിക്കും. യുദ്ധം പൂർണ്ണമായി അവസാനിക്കാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ വ്യക്തമായ ഉത്തരമില്ല. എന്നാൽ സമാധാന ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്ന ചില സൂചനകൾ കാണപ്പെടുന്നുണ്ട്. ഇറാൻ സമാധാനത്തിന് ഉപാധികളോടെ തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയതും അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ശ്രമങ്ങൾ ശക്തമാകുന്നതും ഈ സാഹചര്യത്തിൽ പ്രധാനമാണ്. അതേസമയം ചെറിയ തെറ്റായ നീക്കങ്ങൾ പോലും വലിയ യുദ്ധത്തിലേക്ക് സംഘർഷങ്ങളെ നയിക്കാനുള്ള സാധ്യതയും ഇപ്പോഴും നിലനിൽക്കുന്നു. ഇറാൻ മുന്നോട്ട് വെച്ച സമാധാന ഉപാധികൾ മധ്യപൂർവേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ പുതിയ ഘട്ടം തുറക്കുന്നതായി വിലയിരുത്താം. ഈ ഉപാധികൾ അംഗീകരിക്കപ്പെടുമോ എന്നത് അടുത്ത കാലത്തെ നയതന്ത്ര ചർച്ചകളിൽ ആശ്രയിച്ചിരിക്കും. ലോകശക്തികൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ ഇടപെട്ടാൽ മാത്രമേ ഈ സംഘർഷം അവസാനിക്കുകയും മധ്യപൂർവേഷ്യയിൽ സ്ഥിരതയും സമാധാനവും ഉറപ്പുവരുത്തുകയും ചെയ്യാൻ ഇനി കഴിയൂ.